പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മെയ് മാസം 7-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 22-ാം വാക്യം. The first epistle of Peter chapter 3 verse 22 നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ ചിതറിപ്പാർക്കുന്ന പരദേശികളായിരിക്കുന്ന ദൈവജനത്തെ മുഴുവനും ക്രോഡീകരിച്ചുകൊണ്ട് നൽകുന്ന ധന്യമായ ഒന്നാമത്തെ തന്റെ പരാമർശങ്ങളാണ് 1 പത്രോസ് എന്ന നാമധേയത്തിൽ ലേഖന ഭാഗത്ത് നാം വായിക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ചും യേശുക്രിസ്തുവിൽ കൂടെയുള്ള നിത്യമായ രക്ഷയെയും വീണ്ടെടുപ്പിനെയും നിത്യജീവനെയും കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞിട്ട് യേശുക്രിസ്തു ഇപ്പോൾ എവിടെയായിരിക്കുന്നു, എന്താണ് യേശുക്രിസ്തുവിന്റെ സ്ഥിതി, ഈ രണ്ട് കാര്യം വളരെ പരമപ്രധാനമായി പറയുന്നതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അതെ, ഞങ്ങൾ സാക്ഷികളാണ്, ഞങ്ങൾ അവനോടുകൂടെ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച കാര്യമാണ്. ഇവ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നു, അതെ, മാനവലോകത്തിന്റെ പാപ പരിഹാരത്തിനായി പ്രവാചകന്മാർ പറഞ്ഞതനുസരിച്ച് കാൽവറി കൊലക്കളത്തിൽ പരമയാഗമായി അവൻ മരിച്ച് പറഞ്ഞതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് ഇപ്പോൾ എവിടെയായിരിക്കുന്നു? സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ആയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു മരിച്ചു, എവിടെയോ പോയി, എന്തിയെ? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം 2-ാമത് വാക്യം പറയുന്നു. ഇതാ, യേശു തന്റെ സ്വർഗാരോഹണത്തിന് മുൻപേ, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അവസാന വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അവസാന വാക്യങ്ങൾ വിളിച്ചു പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് കേട്ട യേശുവിന്റെ സ്വർഗാരോഹണം വളരെ വ്യക്തമായി ഉൾക്കൊണ്ട ദൃക്സാക്ഷിയായ അതേ പത്രോസ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 1 പത്രോസ് 3:22 പറയുന്നു, ഇതാ, അവൻ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക മാത്രമല്ല, ദൂതന്മാരും അധികാരങ്ങളും സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ മെയ് മാസം 7-ാം തീയതി അതിരാവിലെ വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദരി, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആരാധിക്കുന്ന, ഞാനും നിങ്ങൾ പിൻപറ്റുന്ന, ഞാനും നിങ്ങൾ കാത്തിരിക്കുന്ന ഈ യേശു സകല അധികാരവും ഉള്ളവനാണ്. പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും നൽകപ്പെട്ട ഈ യേശു, ദൂതന്മാരും അധികാരങ്ങളും അവന്റെ കീഴിൽ, അവന്റെ ചൊൽപ്പടിയിൽ നിർത്തുന്ന ഈ യേശു ഇന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഏത് പ്രശ്നത്തിനും ഏത് പ്രതികൂലത്തിനും, ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന ഏത് ഭാരത്തിനും മതിയായ
കർത്താവ് തന്നെയാണ്. കാരണം ദൂതന്മാരും അധികാരങ്ങളും സകലവും യേശുവിന് കീഴ്പ്പെട്ടിരിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ഇന്ന് ഒരുപക്ഷെ പിശാചോ അവന്റെ തന്ത്രങ്ങളോ അവൻ്റെതായിട്ടുള്ള പലവിധങ്ങളായിട്ടുള്ള സ്വാധീനങ്ങളോ എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും അലട്ടിയെന്ന് വന്നേക്കാം. ചില വേദനയിലൂടെയും നിരാശയിലൂടെയും ചില വളരെ സങ്കീർണമായ ജീവിതത്തിന്റെ നെരിപ്പോടിൽ കൂടെ കടന്നുപോയി എന്നും വന്നേക്കാം. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളോട് വളരെ ഹൃദ്യമായി പറയുന്നു, സകല അധികാരങ്ങളാലും ശ്രേഷ്ഠനായ ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കുമുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളും ഭാരപ്പെടേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മുടെ പൊതുവായിട്ടുള്ള സംസാര ഭാഷയിൽ പോലും അറിഞ്ഞോ അറിയാതെയോ പറയാറുണ്ട്, ഇനിയും ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ആ കാര്യം നടക്കുകയില്ല, അതുകൊണ്ട് ഞാനതങ്ങ് ഉപേക്ഷിച്ചു. അല്ല, അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത്. ഇത് പിശാച് നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്ന നിരാശയുടെ വാക്കുകളാണ്. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം കൊണ്ട് ഇങ്ങനെയുള്ള ധാരണകളെയും അനാവശ്യ വാക്കുകളെയും നിരാശ നിറഞ്ഞ നമ്മുടെ പദപ്രയോഗങ്ങളെയും മാറ്റിപ്പറയേണ്ടിയിരിക്കുന്നു. അതെ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള, ദൂതന്മാരുടെ മേലും അധികാരമുള്ള യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ ഈ നടക്കാത്ത പ്രശ്നങ്ങൾ, നടക്കാത്ത വിഷയങ്ങൾ, ഞാൻ തള്ളിക്കളഞ്ഞത്, എന്നെ തള്ളിക്കളഞ്ഞത് നിശ്ചയമായും നടന്നിരിക്കും. അത് നടത്തുവാൻ, പൂർത്തീകരിപ്പാൻ ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എന്റെ യേശു മതിയായവനാണ്, അധികാരമുള്ളവനാണ്, ശക്തനാണ്. അങ്ങനെ നാം ആത്മധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും ആവർത്തിച്ച് പറയുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, പിശാച് നമ്മെ വിട്ട് ഓടിപ്പോകും. നമ്മുടെ ഉറച്ച വാക്കിന് മുമ്പിൽ പിശാചിന് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അതാണ് യോബിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ യോബ് തന്റെ വാക്കുകൾ കൊണ്ട് പോലും പാപം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ടില്ല, പിശാചിന് കീഴ്പ്പെട്ടില്ല, ധൈര്യത്തോടെ നിന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അന്വർത്ഥമാവട്ടെ. നിങ്ങൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുവോ? വേദനയോടെ നോക്കിപ്പാർക്കുന്നുവോ? നിങ്ങളുടെ ഉള്ളിൽ മനപ്രയാസത്തോടെ ഈ ദിവസങ്ങളിൽ ആയിരിക്കുന്നുവോ? ആ വിഷയങ്ങളെ നോക്കി ഇന്നത്തെ വാഗ്ദത്ത വചനം ആവർത്തിച്ച് ഉറക്കെ പറയുക. അതെ, ദൂതന്മാരുടെ മേലും അധികാരങ്ങളുടെ മേലും സകലത്തിന്മേലും അധികാരമുള്ള, ഇവരെല്ലാം കീഴ്പ്പെട്ടിരിക്കുന്ന അജയ്യനായ യേശുവിന്റെ നാമത്തിൽ എന്റെ പ്രശ്നങ്ങൾ ഞാൻ മറികടക്കും, ഞാനതിനെ നേരിടും, ഞാനതിനെ വിജയിക്കും. എന്റെ പൈതൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയുടെ ഉടമകയാകും, എനിക്ക് വിസ ലഭിക്കും, എന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ഭാവി പ്രാപിക്കും, എന്റെ ജോലിയുടെ പ്രശ്നം മാറും, എന്റെ ആരോഗ്യ ബുദ്ധിമുട്ട് മാറും, എന്റെ കടബാധ്യത യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകും. എന്നോട് ആത്മീയമായി പോരാടിക്കൊണ്ടിരിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ യേശു തകർത്തെറിഞ്ഞ് ഞാൻ ആത്മീയമായി മുന്നേറും. ദൈവകൃപ പ്രാപിച്ച് ശത്രുവിനെ ഞാൻ പിടിച്ചടക്കും. ഈ വാക്കുകൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ആത്മനിറവോടെ നാം ഉറച്ച ദൃഢനിശ്ചയത്തോടെ വിളിച്ചു പറയുമ്പോൾ ശത്രു പിന്മാറിപ്പോകും. ഇന്നത്തെ ദിനം ഈ നിലയിൽ ഞാൻ നിങ്ങളും വിടുതൽ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇത് ഏറ്റെടുക്കുവാൻ ഇന്ന് നാം തയ്യാറായാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇന്നുകൊണ്ട് പരിഹരിക്കപ്പെടും. അതുകൊണ്ട് ജീവജലം ശ്രമിക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവകൃപകൾ കൊണ്ട് പൊതിയട്ടെ. സകല പ്രതികൂലങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോയി
വിജയത്തോടെ മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. അതിന് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവേ, പത്രോസ് അപ്പോസ്തലൻ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രശ്നങ്ങളെയും ഞങ്ങളുടെ ഭാരങ്ങളെയും ഞങ്ങളുടെ പ്രതികൂലങ്ങളെയും നോക്കി ഞങ്ങൾ പിറുപിറുക്കുകയും നിരാശപ്പെടുകയും പിന്മാറുകയുമല്ല, മറിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മേലും അധികാരമുള്ള, സകലത്തിന്മേലും അധികാരമുള്ള ഒരു കർത്താവ് ജീവിക്കുന്നു. ആ കർത്താവ് ഇന്നിന്റെ എന്റെ പ്രശ്നങ്ങളെ അതിജീവിപ്പാൻ മതിയായവനാണ്, എന്നെ കരുതുന്നവനാണെന്നുള്ള ഉത്തമ ദൃഢനിശ്ചയത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ അവിടുന്ന് ആത്മാവിൽ ഒരുക്കിയതിനായി സ്തോത്രം. ദൈവവചനം കേൾക്കുന്ന ഓരോ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം, കുടുംബമായി മാനിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗീയ കൃപകളാൽ ഞങ്ങളെ പൊതിയണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ നാം നേരിടുന്ന ഏതു വിധത്തിലുള്ള എന്ത് വിഷയങ്ങൾ, എത്ര പഴകിയതോ എത്ര സങ്കീർണമോ എത്ര ഭീകരമോ എത്ര ലഘുവോ ആയിക്കൊള്ളട്ടെ, അവയെ നോക്കി വചനത്തിന്റെ ആഴത്തിൽ നിന്ന് വിളിച്ചു പറയുക, ഞാൻ വിശ്വസിക്കുന്ന എന്റെ യേശു ഇതിന്മേലെല്ലാം വിടുതൽ തരുവാൻ കഴിവുള്ള ശക്തനായ സകല അധികാരങ്ങൾക്കും ഉയരെ ജീവിക്കുന്ന വലിയവനായ ദൈവമാണ്. ആ ദൈവം എന്നെ നടത്തുവാൻ മതിയായവനാ. അതെ, ആ സർവശക്തനായ ദൈവം ഇന്ന് ഈ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നടത്തി ദൈവകൃപയോടെ നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.